7ാം ക്ലാസ്സിലേക്ക് കടന്നു കഴിയുമ്പോൾ എൻ്റെ വിശപ്പ് പിന്നെയും പിന്നെയും കൂടി വന്നു. വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അലമ്പ് ഞാനൊരു സ്ഥിരം പരിപാടിയാക്കി. ഓണാവധി കഴിഞ്ഞതിന് ശേഷമാകണം ഒരു ദിവസം വൈകുന്നേരം പെരിഞ്ചാംകുട്ടിക്കടുത്ത് ചെമ്പകപ്പാറയിൽ കെട്ടിച്ചയച്ചിരുന്ന അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ ഭർത്താവും 2 പെൺകുട്ടികളുമായി വീട്ടിലേക്ക് വന്നു. സന്ധ്യയായിരുന്നു. വീട്ടിലുണ്ടാക്കിയിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് 2 ആൾക്കും കൊടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്കുള്ള വിഹിതം കുറയുമെന്ന ആകുലത അന്ന് എന്നെ അലട്ടിയിരുന്നു. അവരുടെ കുട്ടികൾ തീരെ കുഞ്ഞുങ്ങളായതിനാൽ കഞ്ഞിയുടെ അളവ് വളരെ കുറച്ചേ ഉപയോഗത്തിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ 2 ആളും അമ്മയുടെ വീട്ടിൽ പോയി അമ്മാവനുമായി പിണങ്ങി വന്നതായിരുന്നു. വന്ന വഴിയിൽ ഞങ്ങളുടെ അടുത്തൊന്ന് കയറി കിടന്നിട്ട് പിറ്റേ ദിവസം ചെമ്പകപ്പാറയിലേക്ക് പോകാനിരുന്നത് കൊണ്ട് ബ്രദേഴ്സിൽ നിന്ന് മുഴുത്ത ബോണ്ടയും മറ്റ് പലഹാരങ്ങളുമായാണ് അവർ വന്നത്. അതുകൊണ്ട് വൈകുന്നേരത്തെ കഞ്ഞിയിൽ അളവിലിച്ചിരി കുറവുണ്ടായിരുന്നാലും പലഹാരം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവരെ സന്തോഷത്തോടെ തന്നെയാണ് അന്ന് സ്വീകരിച്ചത്. രാത്രി വൈകി ഞങ്ങൾ കിടന്നു കഴിഞ്ഞും കുഞ്ഞമ്മയും അമ്മയും വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കേൾക്കാമായിരുന്നു. എപ്പോഴോ രാത്രിയിൽ കിടന്നുമുള്ളാതിരിക്കാനെന്ന വണ്ണം ഞാൻ പുറത്തിറങ്ങി മൂത്രമൊഴിച്ചു വരുമ്പോൾ അമ്മ കുഞ്ഞമ്മയോട് പറഞ്ഞ് വിഷമിക്കുന്നത് കേൾക്കാമായിരുന്നു. അവന് വിശപ്പങ്ങ് അടങ്ങുന്നില്ല എൻ്റെ കുഞ്ഞെ. ഞാൻ എത്ര പരിശ്രമിച്ചാലും അവൻ്റെ വയറ് നിറച്ച് 3 നേരവും ഭക്ഷണം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. അങ്ങനെ പറഞ്ഞ് അമ്മ പരിദേവനം തുടർന്നു. വീട് പണി തീർത്തതിൻ്റെ കടവും ബാങ്കിലെ ലോണ് തീർത്തതിൻ്റെ കടവും ഒക്കെ ഒന്ന് നികന്നു വരുന്നതേ ഉള്ളൂ. കിട്ടുന്ന വരുമാനങ്ങളൊന്നും പൂർണ്ണമായ ആവശ്യങ്ങൾക്ക് തികയുന്നില്ലെന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ അപ്പോൾ ഒരു പ്രപ്പോസൽ അങ്ങ് കൊടുത്തു. ഇവന് ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം, ഞാൻ വയറ് നിറച്ച് തീറ്റയും കൊടുത്തോളാം. അവൻ ചെമ്പകപ്പാറയിൽ നിന്ന് ഇച്ചിരി കൂടുതൽ നടന്നാണെങ്കിലും അങ്ങനെ സ്കൂളിൽ പോകട്ടെ. അങ്ങനെ ആ വർഷം കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് എന്നെ പറിച്ചു നടുകയുണ്ടായി. പിറ്റേന്ന് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ എനിക്കുള്ള ഒരു നിക്കറും ഒരു ഷർട്ടുമൊക്കെ എടുത്തിട്ട് പുസ്തകങ്ങളും വാരിക്കെട്ടി കുഞ്ഞമ്മയോടും അങ്കിളിനോടും അവരുടെ കൊച്ചുകുട്ടികളോടും ഒപ്പം നടന്നാണ് ചെമ്പകപ്പാറയ്ക്ക് പോകുന്നത്. 6-7 കിലോമീറ്ററുണ്ട്. ചിന്നാറ് ചപ്പാത്ത് കൂടാതെ മുകളിൽ ഒരു ഇല്ലിപ്പാലമുണ്ട്. വെള്ളം പൊങ്ങുമ്പോഴും ആ പാലം മൂടിപ്പോകാറില്ല. പക്ഷെ ആ പാലത്തിൽ കയറി അക്കരെ കടക്കാൻ എനിക്കെപ്പോഴും പേടിയായിരുന്നു. കുഞ്ഞമ്മയും അങ്കിളും അപ്പുറത്തെത്തിയിട്ടും മറുകര എത്തിയിട്ടും ഞാൻ പാലത്തിൽ കയറിയിരുന്നില്ല. പാലത്തിലെ പല ഇല്ലിമുളകൾ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ തൈതൽ വെച്ച ഭാഗങ്ങളെല്ലാം ഇളകി തുടങ്ങിയതായിരുന്നു. ആ ഇല്ലിപ്പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന ശീൽക്കാര ശബ്ദങ്ങൾ നരകത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ വേദപാഠത്തിൽ കൊടുക്കുമ്പോഴുള്ള സ്വരങ്ങളെ അനുകരിക്കുന്നതായിരുന്നതിനാലാവണം നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കന്നുണ്ടായിരുന്നത്. പണ്ട് കല്ലാറുകുട്ടി ഡാമിൽ ചാകാനായി പോയ ആ ഓർമ്മകൾ ഉപബോധ മനസ്സിൽ കിടന്നതുകൊണ്ടാവണം താഴെ ഒഴുകുന്ന ആ ചിന്നാറിൻ്റെ വെള്ളത്തിലേക്ക് വീണ് മരിച്ച് നരകത്തിലേക്ക് പോകുമെന്നൊരു ഭയം ആ പാലത്തിൽ കയറുമ്പോഴെല്ലാം എനിക്കുണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കണ്ണടച്ച് നിന്നു. എന്നിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് കുറച്ച് നേരം അങ്ങ് ധ്യാനിക്കും. കുഞ്ഞമ്മയുടെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും ഇറച്ചി മേടിക്കുന്നതിനാലും ഇടയ്ക്കൊക്കെ അങ്കിള് ആറ്റിൽ പോയി തോട്ടയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവരുന്നതിനാലും ആ പ്രതീക്ഷ എൻ്റെ ആത്മവിശ്വാസം അല്പം അങ്ങ് കൂട്ടി. പിന്നെ തൊട്ടപ്പുറത്ത് ഇറച്ചിക്കറിയും ചോറും മറ്റ് പലഹാരങ്ങളും ഒക്കെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പാലം അങ്ങ് കടന്നു. എന്നിട്ടൊരൊറ്റ ഓട്ടത്തിന് മുകളിൽ റോഡിലെത്തും. അങ്ങനെയായിരുന്നു എല്ലാ ആഴ്ചയും ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് മടങ്ങിപ്പോവുക. കുഞ്ഞമ്മയുടെ വീട്ടിൽ ഉള്ള പറമ്പിൽ മിക്കവാറും മത്തങ്ങയും ചേമ്പും കാച്ചിലും കപ്പയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേരമേ ചോറുള്ളെങ്കിലും ബാക്കി മറ്റ് ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിക്കാം. ഇറച്ചി എല്ലാ ആഴ്ചയിലുമുണ്ട്. വെള്ളിയാഴ്ച പള്ളിക്കൂടം വിട്ട് ഞാൻ തെള്ളിത്തോട്ടിലെ വീട്ടിലേക്ക് പോരുമെങ്കിലും ഞായറാഴ്ച അവർ വാങ്ങുന്ന ഇറച്ചിക്കറി ഞാൻ ചെല്ലുമ്പോഴേക്കും അവർ അവിടെ വെച്ചിരിക്കും. തിങ്കളാഴ്ച ആയിരിക്കും ഞാൻ മിക്കവാറും ചെല്ലുക സ്കൂൾ കഴിഞ്ഞ്. അപ്പോഴും തലേ ദിവസത്തെ ഇറച്ചിക്കറി കുഞ്ഞമ്മ എനിക്ക് വേണ്ടി എടുത്തു സൂക്ഷിക്കുമായിരുന്നു. അവരുടെ കുട്ടികൾ ചെറുതായിരുന്നു.
കൊച്ചു കുട്ടികൾക്ക് അക്കാലത്ത് കന്യാസ്ത്രീ മഠങ്ങൾ കേന്ദ്രീകരിച്ച് മേഴ്സുപടിയും ഗോതമ്പും പാമോയിലുമൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം മുരിക്കാശ്ശേരിയിലെ മഠത്തിൽ നിന്ന് ആരംഭിച്ചിരുന്നു. ചിന്നാർ അക്കരെ താമസിച്ചിരുന്നതിനാലും ആ പരിധിക്കുള്ളിൽ പെട്ടതായിരുന്നതിനാലും 2 കൊച്ചു കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടും കുഞ്ഞമ്മ ഈ പുതിയ പോളിസിക്ക് അർഹതയുള്ളവളായി. എന്നിരുന്നാലും അവിടെ നിന്ന് ലഭിക്കുന്ന മേയ്സ് പൊടിയും ഗോതമ്പും പാമോയിലുമൊക്കെ ഒരു മുന്തിയ ഭാഗവും കുഞ്ഞമ്മ അമ്മയ്ക്ക് കൊടുത്തു വിടുമായിരുന്നു. അത് അമ്മയ്ക്ക് കൂടുതൽ ആശ്വാസം നൽകിയിരുന്നു. അങ്കിളിന് അക്കാലത്ത് വള്ളം കടത്തുന്ന പണിയുണ്ടായിരുന്നു. ചെമ്പകപ്പാറയിലെ തെറ്റാലിക്കടയിൽ കാലത്ത് മുതൽ രാത്രി വൈകും വരെ അങ്കിൾ വള്ളം കടത്തുമായിരുന്നു. അന്ന് പാലമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പാറത്തോട്ടിലേക്ക് സ്കൂളിലേക്ക് പോകുന്നവരും കടയിൽ പോകുന്നതും മലഞ്ചരക്ക് സാധനങ്ങൾ വിൽക്കാൻ പോകുന്നവരും എല്ലാം അങ്കിളിൻ്റെ വള്ളം കയറിയാണ് പോവുക. ഒരു സൈഡിലേക്ക് കടക്കാൻ 10 പൈസയും മുതിർന്നവർക്ക് 25 പൈസയും ഒക്കെ കൊടുക്കുന്ന ഒരു കാലമായിരുന്നു അത് എന്നാണ് ഓർമ്മയിൽ. പക്ഷേ അങ്കിൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവായതിനാൽ ഞാൻ മറ്റു കുട്ടികളോടൊപ്പം ആ വള്ളത്തിലിരിക്കുമ്പോൾ ഒരു മുതലാളിക്കുതങ്ങുന്ന ഭാവവും ഭാവുകത്വവുമൊക്കെ എനിക്ക് വന്നിരുന്നു. കാട് കടന്ന് കൂപ്പിലൂടെ നടന്നു കയറി ഇരുമലക്കപ്പിലെത്തി മലയിറങ്ങിയാണ് പാറത്തോട്ട് പള്ളിക്കൂടത്തിലെത്തുക. അക്കാലത്ത് പള്ളിക്കൂടത്തിൽ സ്പെഷ്യൽ ഫീസ് എന്ന ഒരു സംവിധാനം വർഷത്തിൽ 3 പ്രാവശ്യമുണ്ട്. അതൊരു 3 രൂപയൊക്കെയാണെന്നാണ് ഓർമ്മയിലിരിക്കുന്നത്. ആ മാർച്ച് മാസത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3ാമത്തെ സ്പെഷ്യൽ ഫീസ് അടയ്ക്കുന്ന സമയമായി. ഞങ്ങളെ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ ഒരു സാനിയ സിസ്റ്ററാണ്. അപ്പോൾ മാർച്ച് ആദ്യം തന്നെ കൊടുത്താൽ ഒരു ഫൈനും ഇല്ലാതെ ഈ 3 രൂപ അടച്ചാൽ മതി. മാർച്ച് 10-ാം തീയതി ആകുമ്പോഴേക്കും 10 പൈസ ഫൈനോട് കൂടി അടയ്ക്കണം. മാർച്ച് 20 ആകുമ്പോഴേക്കും അവസാന ഡേറ്റാണ്. അപ്പോൾ 25 പൈസ ഫൈനോട് കൂടി അടയ്ക്കണം. കൊണ്ടുവന്ന് നിർത്തി ചെലവിന് തരുന്ന കുഞ്ഞമ്മയോടോ അങ്കിളിനോടോ ഞാൻ സ്പെഷ്യൽ ഫീസ് ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അത് തരേണ്ടത് അമ്മയല്ലേ. തലയാഴ്ച വീട്ടിൽ വന്നു പോയപ്പോൾ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അമ്മ മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല. 3ാമത്തെ ഗഡു അല്ലെങ്കിൽ 3ാമത്തെ അവധിയിലും പൈസ കയ്യിലില്ലാതെയാണ് ഞാൻ ചെന്നത്. പക്ഷേ പള്ളിക്കൂടത്തിലേക്ക് വരുന്നതിന് മുമ്പ് പതിവ് പോലെ ഞാൻ പള്ളിയിൽ കയറി ഈവർസിമുണ്ടാളിനോട് കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈവർസിമുണ്ടാളൻ എന്നെ നോക്കുമെന്ന് ഉറപ്പെനിക്കുണ്ടായിരുന്നെങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല. ഒന്നുകിൽ സിസ്റ്റർ എവിടെയെങ്കിലും മഠത്തിൽ നിന്ന് കയറി കമ്പനിക്കാരുടെ വഴി കയറി വരുമ്പോൾ ആ തോടിൻ്റെ തീരത്തോ തെന്നുന്ന മണ്ണുള്ള ഇരുമലക്കപ്പിൽ നിന്ന് വരുന്ന വഴിക്കോ ഒക്കെ തെന്നി വീണ് മഠത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നും അല്ലെങ്കിൽ പനി പിടിച്ച് കിടപ്പിലാകണമെന്നും ഇതൊന്നും ആയില്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഫീസ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം ക്ലാസ്സിൽ പറയരുതെന്നും ഞാൻ ഗീവർസ് പുണ്യാളന് 3 ഓപ്ഷൻ ഇട്ടാണ് പ്രാർത്ഥന സമർപ്പിച്ചത്. ഭൂമിശാസ്ത്രമായിരുന്നു അന്ന് പഠിപ്പിക്കുന്ന ടീച്ചർ. ആ കൂട്ടത്തിൽ ചരിത്രവും ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് ക്ലാസ്സിലെത്തിയത് തന്നെ ടീച്ചർ 3ാം ഗഡു ആയി 3ാം അവധിക്ക് സ്പെഷ്യൽ ഫീസ് അടയ്ക്കുന്നത് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നവരോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ മിണ്ടാതെ തന്നെ അടക്കി പിടിച്ചിരുന്നു. എൻ്റെ കാര്യം സിസ്റ്റർ എടുത്തു ചോദിക്കുകയില്ല എന്നും അക്കാര്യം പുണ്യാളൻ ഉറപ്പാക്കുമെന്നും ഉള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കമ്പനിക്കാരുടെ തൊടിയിലെ തെങ്ങുകളെ നോക്കി മിഴിച്ചു നിന്നിട്ട് സാനിയ സിസ്റ്റർ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ഇനിയും ഫീസ് അടയ്ക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ അനങ്ങിയില്ല. കുറച്ചു നേരം കൂടി മൗനിയായി നിന്നിട്ട് ഈ സിസ്റ്റർ വളരെ നാടകീയത കലർന്ന സ്വരത്തിൽ പറഞ്ഞു, ഇക്കൂട്ടത്തിലൊരു മിടുക്കൻ ഇതുവരെയും ഫീസ് തരാതെ അനങ്ങാതെ ഒളിച്ചിരിപ്പുണ്ട്. മിക്കവാറും ആ പണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വല്ല കട്ടിങ്ങോ പ്യാരിയോ ഒക്കെ മേടിച്ച് തിന്നതായിരിക്കും എന്നുകൂടി അക്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു. അത്തരം മിഠായികളൊന്നും എനിക്ക് അക്കാലത്ത് ലഭിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തോമസ് ചേട്ടൻ്റെ കടയിൽ വിവിധ തരം ടിന്നുകളിൽ ഈ മിഠായികളൊക്കെ എന്നെ നോക്കി ചിരിക്കാറുണ്ടായിരുന്നു. വായിൽ വെള്ളമിറക്കി പോവുകയെന്നല്ലാതെ കാശില്ലാത്തവന് അതിലൊന്നും അവകാശമില്ലല്ലോ. അപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ കള്ളൻ പിടിക്കപ്പെട്ടുവെന്നും ഗീവർസ് പുണ്യാളൻ ചെയ്യേണ്ട പണി പതിവ് പോലെ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും എനിക്ക് ഉറപ്പായി. പിന്നീട് അങ്ങോട്ട് പുണ്യാളനെ കാണാൻ ഞാൻ പള്ളിയിൽ കയറുന്നത് പതിവ് രാവിലത്തെ പതിവ് അങ്ങ് നിർത്തലാക്കി കേട്ടോ. ഞാൻ എഴുന്നേറ്റ് നിന്നു, ചമ്മലും നാണക്കേടും എല്ലാമായിട്ട്.
എങ്കിലും വീട്ടിൽ കാശില്ലാഞ്ഞിട്ടാണ് എന്ന് ഉറക്കെ 40 കുട്ടികളോട് മുമ്പിൽ വെച്ച് പറയാൻ എൻ്റെ ആത്മാഭിമാനം എന്നെ അനുവദിച്ചില്ല. ഇനി അത് ആത്മാഭിമാനം അനുവദിക്കാത്തതാണോ, ദുരഭിമാനമാണോ, അതോ ഒരു കുഞ്ഞിന് ഇല്ലായ്മയെക്കുറിച്ച് പറയാൻ അങ്ങനെയുള്ള ചിന്തകൾ കടത്തിവിടുന്നതിനെ പോലും ചിലപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ മിണ്ടാതെ നിന്നു. പൈസ എവിടെ എന്ന് ടീച്ചർ ചോദിച്ചു. കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടാണ് ഞാനത് പറയുന്നത്, കൊണ്ടുവന്നില്ല എന്ന്. അപ്പം ഇല്ല എന്നൊരർത്ഥം അതിനില്ല. അപ്പോൾ എൻ്റെ നോട്ടമോ ഭാവമോ ഒന്നും സിസ്റ്ററിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സിസ്റ്റർ പറയാ, പൈസ അടച്ചിട്ടില്ല, എന്നിട്ട് അവൻ്റെ മുഖത്തെ അഹങ്കാരം കണ്ടില്ലേ. അപ്പോൾ ഉണ്ടായിട്ടും കൊണ്ടുവരാതിരുന്ന ഒരാളെ പോലെയാണ് സിസ്റ്ററിന് അത് കാണാൻ സാധിച്ചത്. സിസ്റ്ററിനെയും കുറ്റം പറയാനാവില്ലല്ലോ. ഒന്നും മിണ്ടാതെ ഒളിച്ചിരുന്ന ഞാൻ പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് കാശ് കൊടുത്തില്ല എന്നത് സമ്മതിച്ചത്. സിസ്റ്റർ പറഞ്ഞു, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ആ ബെഞ്ചിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. ഞാൻ ആ ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു. കയ്യിലിരുന്ന ചൂരൽ കൊണ്ട് എന്നെ അടിച്ചില്ലെങ്കിലും ടീച്ചർ ഇരുന്ന സ്റ്റൂളിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മേശയിൽ ഒരു 3-4 അടി കൊടുത്തിട്ട് ഇന്ത്യയുടെ ഭൂപടം പുള്ളിക്കാരി ആ ബ്ലാക്ക് ബോർഡിൽ അങ്ങ് മാർക്ക് ചെയ്തു. എന്നിട്ട് വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ എന്ന് എഴുതി വെച്ചു. ഞാൻ നോക്കുമ്പോൾ ഫീസ് കൊടുത്ത് എല്ലാവരും എന്നേക്കാൾ വളരെ താഴെ ഇങ്ങനെ ഇരിക്കുക. ഇത് കൊടുക്കാൻ സാധിക്കാത്ത ഞാൻ മാത്രം ഏറ്റവും മുകളിൽ നിൽക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ കുട്ടിയായ എനിക്ക് എന്തൊക്കെയോ ഒരു വലിയ സന്തോഷം തോന്നി. ആ സന്തോഷം കാരണമായിരിക്കണം ഞാൻ അറിയാതെ അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. ഇവരെല്ലാം കൊടുത്തിട്ട് ശശിയായി താഴെ ഇരിക്കുന്നല്ലോ എന്ന ചിന്തയിലാണ്. ചിരി അടക്കാനായില്ല. അത് കണ്ട സിസ്റ്റർ ഇങ്ങ് വന്ന് എന്നെ എന്നോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഫീസൊട്ട് കൊടുത്തിട്ടുമില്ല, എന്നിട്ട് അവൻ്റെ മാനത്തേക്ക് പോകുന്ന പല്ലും വെച്ചുകൊണ്ട് അവൻ ചിരിക്കുന്നു. ഈ സ്പെഷ്യൽ പീസും പൊങ്ങിയ എൻ്റെ പല്ലും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്, അതിൻ്റെ കോറിലേഷൻ എന്താണെന്നും ഒരു കാലത്തും എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും ആദ്യമേ ടേബിളിലടിച്ച് ആഘോഷിച്ച സിസ്റ്റർ എൻ്റെ തുടയിൽ ഒരു 4 അടി തന്നാണ് പിന്നെ എന്നെ ബെഞ്ചിലേക്ക് പറഞ്ഞു വിട്ട് ഇരുത്തിയത്. പിന്നെ ഇന്ത്യയുടെ അതിരുകളൊക്കെ കുറിച്ച് ഞാൻ മൗനനായി ഇങ്ങനെ കഴിഞ്ഞുപോയി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ജെസ്സി 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ അമ്മ അവൾക്കൊരു കൊട വാങ്ങിക്കൊടുത്തു. വെളുത്ത പിടിയുള്ള, അതിൽ സിൽവർ നിറത്തിലുള്ള ഒരു ബട്ടണുള്ള, ഞെക്കുമ്പോൾ തെറിക്കുന്ന ഒരു സെൻറ്റ് ജോർജ് കുട. ഇളയ ഞങ്ങൾ 3 പേർക്കും അതിനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ മുതിർന്ന കുട്ടിയായി എന്ന ഒരു ന്യായീകരണം ആ സമ്മാനത്തിന് ന്യായീകരണമായി. പിന്നീട് അങ്ങോട്ട് നനഞ്ഞാണ് ഞങ്ങൾ ബാക്കി 3 പേരും പള്ളിക്കൂടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ആ വർഷം നനച്ചിരിക്കാതെ എനിക്കും കിട്ടിയ ഒരു കുട. സെൻറ്റ് ജോർജ് കുടയാണ്, ഞെക്കുമ്പോൾ തെറിക്കുന്നൊന്നുമല്ല. അതൊരാൾ സമ്മാനം തന്നതാണ്. പാറത്തോട്ടിലെ കോനാട്ടെ വേവിസാറിൻ്റെയും പാലവറമ്പിൽ അമ്മിൺ ടീച്ചറിൻ്റെയും വീടിൻ്റെ പുതുക്കി പണിയുന്ന പണി അമ്മയാണ് ഉടമ്പടിക്കായി കല്ല് ചുമടേറ്റിരുന്നത്. മത്തച്ച സാറിൻ്റെ പാറയിൽ നിന്ന് പൊട്ടിച്ചിട്ട കല്ല് ചുമന്നു കൊണ്ടുപോയി കമ്പനിക്കാരുടെ പറമ്പിനരികിലൂടെ തോട് കടന്ന് വരമ്പിലൂടെ നടന്ന് പാലവറമ്പിൽ അമ്മയും ടീച്ചറിൻ്റെ വീട്ടിൽ എത്തിക്കുന്ന പണി അമ്മ ഉടമ്പടിയെടുത്തു. കുഞ്ഞുഞ്ഞമ്മച്ചേടത്തിയുടെ കൂട്ടത്തിലുള്ള പണിക്കിടയിൽ ഇങ്ങനെ 5-6 ആളുകളെ ചേർത്ത് ഇടയ്ക്കൊക്കെ പണികളെടുത്ത് ചെയ്യുന്ന രീതി അമ്മ അക്കാലത്ത് ആരംഭിച്ചിരുന്നു. സ്ഥിരം അതൊരിടപാടൊന്നുമായിരുന്നില്ല. ലാലിയും ഞാനും ജെസ്സിയുമൊക്കെ ആ കല്ല് ചുമടിന് പോയിരുന്നു. വലിയ കല്ലുകൾ വരുമ്പോൾ അത് പിള്ളേർക്ക് കൊടുക്കരുത് എന്ന് അമ്മ മറ്റ് ചേച്ചിമാരോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിലും മറ്റു കൂട്ടുകാർ വരുമ്പോൾ ഞാൻ അവർ കാണാതെ ആ അവധിക്കാലത്തും അവർ കടയിലൊക്കെ പോകാൻ വരുമ്പോൾ അങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കും. നമ്മൾ പണിയുന്നതൊന്നും മറ്റാരും കണ്ടാൽ നമുക്ക് നാണക്കേടാണല്ലോ എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് ചുമക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത കമ്പനിയിലെ മേഷ് ചേച്ചി എൻ്റെ വിശപ്പിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞതുകൊണ്ടാവണം ഇടയ്ക്കൊക്കെ എനിക്ക് അവരുടെ വീടിൻ്റെ പിറകിലെ ചായ്പിലിരുത്തി ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ ഈ തെരണ്ട മീൻ മാങ്ങായും
തേങ്ങായ അരച്ചതുമൊക്കെ ഇട്ട് വെച്ച തെരണ്ടി മീൻ കറിയും ചേർത്ത് തരുമായിരുന്നു. പണി കഴിഞ്ഞ് ഇപ്പോൾ പാലമ്പൽ അമ്മണി ടീച്ചർ അവരുടെ ഭർത്താവ് അറിയാതെ കൂലിയിൽ കൂട്ടാതെ ഒരു കുട വാങ്ങാനുള്ള പൈസ അമ്മയ്ക്ക് കൊടുത്തു. ഈ കൊച്ചന് മേരി ഇത് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ കിട്ടിയതാണ് എൻ്റെ സെൻറ്റ് ജോർജ് കുട. അങ്ങനെ നനഞ്ഞുള്ള ശീലം, പള്ളിക്കൂടത്തിൽ പോകുന്ന ശീലം അതോടെ അങ്ങ് അവസാനിച്ചു. അക്കാലത്ത് ഞങ്ങളുടെ ഇടവകയിലേക്ക് പുതിയൊരച്ഛൻ വന്നു, ഒരു ജോസച്ചൻ. അദ്ദേഹം മറ്റ് വൈദികരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായിരുന്നു. ജേക്കപ്പച്ചൻ പണ്ടൊരിക്കൽ അപ്പനെ തേടി ഒന്ന് പോയതായിരുന്നു. സുൽത്താൻ ബത്തേരിക്കടുത്ത് പോയി അച്ഛനാണെന്ന് അറിയിക്കാതെ അപ്പൻ്റെ കൂട്ടത്തിൽ 5-6 ദിവസം താമസിച്ചിട്ടായിരുന്നു അന്ന് അച്ഛൻ വന്നത്. പോരുമ്പോൾ അപ്പൻ്റെ കസിനായിരുന്ന ഒരാൾ അപ്പൻ്റെ കൂട്ടത്തിൽ അക്കാലത്ത് നാട് വിട്ടു പോയി കൂടെ താമസിച്ച് പണി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂട്ടിയായിരുന്നു അച്ഛൻ മടങ്ങി വന്നത്. അപ്പൻ്റെ സ്വഭാവമൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വന്ന ജേക്കപ്പച്ചൻ അന്ന് അമ്മയോട് പറഞ്ഞിരുന്നു, മേരി, നിനക്കിനി കെട്ടിയോനെ ആവശ്യമില്ല, അവനൊരു ഗുണമില്ലാത്തവനാണെന്ന്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പള്ളിപക്ഷത്തു നിന്നും ഭർത്താവില്ലാത്ത ജീവിക്കുന്നതിന് ഒരു അംഗീകാരം ജേക്കപ്പച്ചൻ സ്ഥലം മാറിപ്പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അപ്പനെ പോയി കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാവണം വീട് പണിക്കുള്ള സഹായത്തിനായി രൂപതയിൽ പോയി 1000 രൂപ വാങ്ങി വരാൻ അദ്ദേഹം അത്രയ്ക്ക് ഉത്സാഹം കാണിച്ചത്. അല്ലെങ്കിൽ രൂപതയിൽ അപേക്ഷകൾ കൊടുത്താൽ സഹായിക്കേണ്ടവർക്ക് നേരെ രൂപ വരുവാൻ പലപ്പോഴും ഒത്തിരി താമസമുണ്ടാവും. ഇക്കുറി വന്നത് ഒരു ജോസച്ചനാണ്, ചെറുപ്പക്കാരൻ, പട്ടമൊക്കെ കിട്ടിയിട്ട് ആദ്യത്തെ പള്ളിയായിരിക്കണം. അദ്ദേഹം ഇതിനു മുമ്പുള്ള വൈദികരിൽ നിന്ന് വ്യത്യസ്തനായി വന്നയുടനെ തന്നെ പ്രമാണികളുടെ വീട്ടിൽ പോയി ഹാജർ ബുക്കൊന്നും ഒപ്പുവെച്ചില്ല. അദ്ദേഹം നമ്മുടെ വീട്ടിലും വന്ന് അങ്ങ് വെഞ്ചരിച്ചു. അത് ഒരു വ്യത്യസ്തത തന്നെ വന്നു. അക്കാലത്താണ് തെള്ളിത്തോട് പള്ളിയിൽ മൈക്ക് സെറ്റൊക്കെ വാങ്ങുന്നത്. അതുവരെയും പള്ളിയിൽ മൈക്കില്ലാതെ പാടിയിരുന്നത് അപ്പൻ്റെ കസിൻസായ ചേച്ചിമാരായിരുന്നു, ആൻറ്റിമാരായിരുന്നു. മൈക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അൾത്താര ബാലസംഘവും അതുപോലെ തന്നെ ഗായക സംഘവും മിഷൻ ലീഗും ഒക്കെ ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ പിള്ളേർക്കും ഈ തന്തയില്ലാതെ വളരുന്ന ഞങ്ങൾക്കും അല്ലെങ്കിൽ പള്ളിയിലെ അല്പം പുറമ്പോക്കിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് അകത്തേക്കൊരിടം തെളിച്ചു തന്ന ആദ്യത്തെ ആളാണ് ജോസച്ചൻ. അപ്പോൾ ഗായക സംഘത്തിന് 2 മൈക്കാണുള്ളത്. പാടുന്ന 3-4 ചേച്ചിമാരുണ്ട്. ആ കൂട്ടത്തിൽ പാടാൻ എനിക്കും ഒരു അവസരം ഇങ്ങ് തന്നു. ആ മൈക്ക് എനിക്ക് സ്വന്തമായിട്ടായിരുന്നു. പെൺകുട്ടികൾ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാനായി കുർബാനയുടെ ഇടയിൽ അത്യാവശ്യം നന്നായി മത്സരം നടത്തുന്നതും നമുക്ക് കാണാമായിരുന്നു. തെള്ളിത്തോട്ടിലെ ഞങ്ങളുടെ വികാരിയച്ഛൻ തന്നെയാണ് അമ്മയുടെ തറവാടിൻ്റെ ഇരിക്കുന്ന പൂതാളിയിലെ പള്ളിയിലെയും വികാരിയച്ഛൻ. അവിടെ ഞായറാഴ്ച മാത്രം ഒരു കുർബാനയുള്ളൂ. അപ്പോൾ ജോസച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ജോസച്ചന് അരിവെപ്പുകാരനായി പൂതാളിയിൽ നിന്ന് ജെയിംസ് വന്നു. പാറത്തോട് പള്ളി നടത്തുന്ന സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കുന്ന വാദ്യാരാണ് ഈ ജോസച്ചൻ. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന കോട്ടയത്ത് നിന്ന് വന്ന അച്ഛന് കഞ്ഞി വെക്കാൻ പോയി നിന്നാൽ കൂടുതൽ നന്നായി പഠിക്കും തൻ്റെ മകനെന്ന് അവൻ്റെ അപ്പനും അമ്മയ്ക്കും ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം അവനെ അച്ഛൻ്റെ അടുക്കലേക്ക് വിട്ടത്. പിന്നെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നതും അതിനൊരു കാരണമായിരുന്നിരിക്കാം. അപ്പോൾ അവൻ ഒരു പ്രാവശ്യം അവൻ്റെ ഒരു നിക്കറിലൊന്ന് എന്തോ കറ പറ്റിയപ്പോൾ സോഡാപ്പൊടി ഒഴിച്ച് കഴുകി അതിൻ്റെ പിറകു വശത്ത് മുട്ടയുടെ ആകൃതിയിൽ 2 പാടുകൾ വന്നു. വേറെ നിക്കറുകൾ കൂടുതലുള്ളത് കൊണ്ടാവണം ആ പാട് വന്ന നിക്കർ ജെയിംസ് എനിക്ക് തന്നു. പുതിയൊരു നിക്കർ കിട്ടിയ ആഹ്ലാദത്തിൽ പിറ്റേന്ന് ഞാനത് വിട്ട് സ്കൂളിൽ പോയെങ്കിലും ഉച്ചയ്ക്കത്തെ കളി സമയത്ത് തന്തയില്ലാത്തവൻ ഇതായിപ്പോൾ നിക്കറി തൂറി എന്നും പറഞ്ഞ് എന്നെ പല കൂട്ടുകാരും ചേർന്ന് കളിയാക്കി. അവരെ കൂട്ടുകാരെന്ന് വിളിക്കാൻ പറ്റില്ല, കൂടെ പഠിച്ചവർ. എങ്കിലും ഇഷ്ടമുണ്ടായിരുന്ന ബിജുവും രാജനും ഒക്കെ ചേർന്ന് എന്നെ കളിയാക്കിയവർക്ക് ഇടി കൊടുക്കുകയും ഇടി കൊടുക്കാൻ കാരണക്കാരനായ ഞാനടക്കം എല്ലാവർക്കും ചേനാത്തെ സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി അന്ന് ഉച്ച കഴിഞ്ഞ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പള്ളിക്കൂടം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് ജോസച്ചന് എന്തോ ബോധക്ഷയമുണ്ടായെന്നും പെട്ടെന്ന് തന്നെ കോട്ടയത്ത് എവിടെയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും. തുടർന്ന് വന്ന ആഴ്ചയിൽ പുതിയൊരച്ഛൻ വന്നു. ആ അച്ഛൻ വളരെ ചെറുപ്പമായിരുന്നു. താൽക്കാലിക നിയമനം എന്നാണ് അറിഞ്ഞതെങ്കിലും ജോസച്ചൻ രോഗം സുഖമായി കഴിഞ്ഞും മടങ്ങി വരാത്തതിനാൽ
താൽക്കാലികമായി വന്ന അച്ഛൻ സ്ഥിരം വികാരിയായി സ്ഥാനമേറ്റു. വളരെ തുറന്ന മനസ്ഥിതിയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ചെറുപ്പക്കാരനാണ്. പഴയകാലത്തെ വൈദികരുടെ ചിന്താഗതിയൊക്കെ മാറി ഞങ്ങളോടൊക്കെ അല്പം കരുണയിൽ തന്നെ പെരുമാറുന്ന ഒരു മനുഷ്യൻ. ജോസച്ചൻ്റെ കാലം തൊട്ടേ അച്ഛൻ്റെ ഉടുപ്പും വസ്ത്രവുമൊക്കെ അമ്മ കഴുകി കൊടുക്കുമായിരുന്നു. അമ്മ അത് വീട്ടിൽ വിരിച്ചിട്ട് ഉണങ്ങാറില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു കൂടിൽ തന്നുവിട്ട് ജെയിംസ് തന്നെയായിരുന്നു അവിടെ വിരിച്ചിടുക. ജോസച്ചൻ പോയി കഴിഞ്ഞ് വന്ന പുതിയ വികാരി അച്ഛൻ്റെയും വെപ്പുകാരനായി ജെയിംസ് തുടർന്നു. അതുകൂടാതെ അവന് പള്ളിയിലെ കപ്പ്യാരായി കൂടി സ്ഥാനക്കയറ്റം അക്കാലത്ത് കിട്ടിയിരുന്നു. 2 ശമ്പളം ഒരേ സമയത്ത്. ഒരു സ്ത്രീയുടെ കരച്ചിൽ എനിക്ക് ആ പള്ളിമുറിക്കകത്തുനിന്ന് കേൾക്കാം. എന്നെ വിട്, എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ അടുക്കളയിലേക്ക് പുറത്തുനിന്ന് കയറുന്ന വാതിൽ 4 കള്ളികളായി തിരിച്ചാണ്. ഓരോ പാളിയും 2ആയിട്ട് മധ്യത്തിലൂടെ ഇടുന്നു. എന്നിട്ട് സാക്ഷ ഇടുന്നതാണ്. അത് അടഞ്ഞിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ. അത് തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് കയറിയിട്ട് വേഗം ചെല്ലുമ്പോൾ ഈ കോറിഡോറിൻ്റെ അപ്പുറത്തുള്ള ഞാൻ കിടന്നുകൊണ്ടിരുന്ന കട്ടിലിൽ ഈ പെണ്ണിനെ, ഒരു പാവാടയും ബ്ലൗസ് ഇട്ട ആ പ്രദേശത്തുള്ള ഒരാളാണ്. ആ പുള്ളിക്കാരത്തിയെ ഒരു മനുഷ്യൻ, ഈ ബന്ധു, അച്ഛൻ്റെ ബന്ധു പിടിച്ച് കട്ടിലേക്ക് കിടത്താൻ നോക്കും.